ആദ്യമായിട്ട് ഒരു ഹൈക്കോടതി പുറപ്പെടുവിച്ച വെർഡിക്റ്റാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഈ വിഷയത്തിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന വ്യക്തിയായിട്ട് പോലും ഞാനതറിയാൻ വൈകിട്ടായി. കാര്യം വേണ്ട പ്രാധാന്യം നമ്മുടെ മലയാള മാധ്യമങ്ങൾ അതിന് കൊടുത്തോ എന്ന് സംശയമാണ്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കുറേ കൂടെ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുക്കുകയുണ്ടായി. പക്ഷേ മലയാള മാധ്യമങ്ങൾ വേണ്ട പ്രാധാന്യവും പ്രസക്തിയും ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിധിന്യായം ഉണ്ടാകുന്നത് എന്നിട്ട് പോലും അതിനെക്കുറിച്ച് ചർച്ചകളോ അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ കവറേജോ കൊടുത്തോ എന്ന കാര്യം സംശയമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ കഴിഞ്ഞ 75 വർഷത്തെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒബ്സർവേഷൻ മാത്രമല്ല വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതായത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒബ്സർവേഷൻ പോലും വളരെ പ്രധാനമാണ്. പക്ഷേ ഒബ്സർവേഷനെ പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് വിധിയിൽ എഴുതുന്ന കാര്യങ്ങൾ. ആ വിധിയിൽ എഴുതിയ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനും വിധിന്യായവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു, സ്ത്രീകളുടെ മൊഴികളെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുവരെയുള്ള നീതിന്യായ സംവിധാനത്തിന്റെ നിലപാട് പെൺകുട്ടിയുടെ മൊഴി മാത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ മൊഴി മാത്രമുണ്ടെങ്കിൽ കേസുമായി മുമ്പോട്ട് പോകാം, മൊഴികളിൽ വൈരുദ്ധ്യമില്ലെങ്കിൽ ആ വ്യക്തിയെ ശിക്ഷിക്കാം എന്ന് വരെയായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് അദ്ദേഹം ചരിത്രത്തിൽ എഴുതപ്പെടുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് പറയുന്നു, കൃത്യമായ ഇംഗ്ലീഷ് ആദ്യം പറയാം, അതിന്റെ മലയാളമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വുമൻസ് കംപ്ലൈന്റ് നീഡ് നോട്ട് ബി ടേക്കൺ ആസ് ഗോസ്പൽ ട്രൂത്ത്സ്. അത് ഒരു ഗോസ്പൽ ട്രൂത്ത് ആയിട്ടോ അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. വ്യാജ പരാതിക്കാർക്കെതിരെ നടപടി വേണം. അടുത്തത്, പോലീസ് വ്യാജ പരാതിക്കാർക്കെതിരെ നീങ്ങുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നിയമപരമായ സംരക്ഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകും. എനിക്കതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓപ്പൺ കോടതിയിൽ എൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അലക്സ് കെ ജോണോട് രാഹുൽ ഈശ്വറിനെ ഈ വിഷയം അറിയിക്കണമെന്നും പോരാട്ടങ്ങൾ ഇതുപോലെയുള്ള കേസുകൾക്ക് വേണ്ടി ആകണമെന്നും ആരെയും താഴ്ത്തിക്കെട്ടുകയോ ബാക്കി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഹണി റോസിനെ മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നത്. ആരെയും അങ്ങനെയാണ് ഹൈക്കോടതി പറയുന്നത്. അങ്ങനെ ആരെയും ഒരു കാരണവശാലും ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതേപോലത്തുള്ള കേസുകൾ മെൻസ് റൈറ്റ് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാർ ഏറ്റെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൻ്റെ പേര് മെൻഷൻ ചെയ്ത് എൻ്റെ അഡ്വക്കേറ്റിനെ മെൻഷൻ ചെയ്ത് പറയുകയുണ്ടായി. അത് വളരെ സന്തോഷവും അഭിമാനവും നൽകുന്നൊരു കാര്യമാണ്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതുവരെയുള്ള കേസുകളിൽ ഹൈക്കോടതികളടക്കം ബഹുമാനപ്പെട്ട സുപ്രീം കോടതികളടക്കം എടുത്തു വന്ന സമീപനം പെൺകുട്ടിയുടെ മൊഴി ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നൊരു കാര്യമായിരുന്നു. അത് ശരിയുമായിരുന്നു ആ കാലഘട്ടത്തിൽ. കാര്യം സ്ത്രീകൾ അങ്ങനെ കള്ളം പറയില്ല, പ്രത്യേകിച്ച് ലൈംഗികപരമായ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ കള്ളം പറയില്ല എന്നാണ് നമ്മളെല്ലാം വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ബഹുഭൂരിപക്ഷവും. പക്ഷേ ആ ഗ്യാപ്പ് മുതലാക്കി ചില സ്ത്രീകൾ വ്യാജ പരാതികൾ കൊടുക്കുന്നുണ്ട് എന്ന വിഷയം നമുക്ക് പലപ്പോഴും അറിയാം. ഞാൻ തന്നെ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള വ്യാജ പരാതി കേസ്, നിവിൻ പോളിക്കെതിരെയുള്ള കേസ്, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള കേസ്, ഇപ്പോൾ അതെല്ലാം മാറി ഹൈക്കോടതി ഒരു സോളിഡായ കേസും കൂടെ പറഞ്ഞിരിക്കുന്നു. അത് നൌഷാദ് എന്ന 57 വയസ്സുള്ള ഒരു എംപ്ലോയറുടെ കേസാണ്. ഇദ്ദേഹത്തിന് താഴെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ പിരിച്ചുവിട്ടു. ആ സ്ത്രീയെ പിരിച്ചുവിട്ടതിന്റെ കാരണം അവർക്ക് എഫിഷ്യൻസി കുറവാണ്, ജോലിയിൽ ക്ഷമതയും കാര്യങ്ങളും ഇല്ല. ഈ സ്ത്രീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അയാളെ ഭീഷണിപ്പെടുത്തി, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. ദൈവം സഹായിച്ച റെക്കോർഡിംഗ് മറ്റും ഇയാളുടെ ഉള്ളായിരുന്നുകൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു. ആലോചിച്ച് നോക്കുക, ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു സ്ത്രീയെ പിരിച്ചുവിട്ടു. ആ സ്ത്രീ പ്രതികാരമായിട്ട് എന്ത് ചെയ്യുന്നു, ഇയാൾ എന്നെ കടന്നു പിടിച്ചു, ലൈംഗികമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പോലീസിനും കോടതിക്ക് മുമ്പിൽ കേസ് കൊടുക്കുന്നു. ഹൈക്കോടതി അതിശക്തമായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ഇന്നലത്തെ ദിവസം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇന്നലെ നോർത്ത് ഇന്ത്യയിൽ ഇതേപോലെ ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ കൂട്ടുകാർക്കുമെതിരെ വ്യാജ പരാതി കൊടുത്തൊരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ 4 പേരും ചേർന്ന് തന്നെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു. കേസിന് ഗ്രാവിറ്റി കൂടാൻ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തി ഇറക്കി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. കോടതി കണ്ടെത്തി അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല, പരാതി വ്യാജമായിരുന്നു, ഇവർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇവർ പറയുന്നത് പോലെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ സ്ത്രീകളോട് പലപ്പോഴും അവർക്ക് തെറ്റായ ഉപദേശം നൽകുന്നവർ പറയുന്നത് കുറച്ച് ഗ്രാവിറ്റി കൂട്ടി ഗുമ്മിഫൈ ചെയ്ത് കുറച്ച് ഗുമ്മാക്കി ഇത്തരം പരാതികൾ കൊടുത്താൽ അത് രാജ്യവ്യാപകമായ ചർച്ചയാവും. കുറെ ദിവസം ഈ ആണുങ്ങൾ ജയിലിൽ കിടന്നോളും, ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുമ്പം ഇവരെല്ലാം റേപ്പിസ്റ്റ് ആണ് എന്ന ടാഗ് ഉണ്ടാവും, ഇവർ അതിജീവിതയായി വിളങ്ങും അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ കോടതിയുടെ അടക്കം പോലീസിന്റെ അടക്കം ഊർജ്ജസ്വലമായ നിലപാട് കൊണ്ട് നോർത്ത് ഇന്ത്യയിലാണ്
ആ സ്ത്രീയെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് സംഭവിക്കുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഇത് കേരള ഹൈക്കോടതിയാണ്, കേരള ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രസക്തമായ കാര്യം, വ്യാജ പീഡന പരാതികൾ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. കോടതി പറയുന്നതാണ്, ഈ വ്യാജ പീഡന പരാതി വന്നാൽ ഒരാളുടെ വ്യക്തിജീവിതം ഇല്ലാതാകുകയാണ്, കരിയർ ഇല്ലാതാകുകയാണ്, കുടുംബം ഇല്ലാതാകുകയാണ്. ഞാനടക്കം പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ കഴിഞ്ഞ കുറെ ആഴ്ചകളായി സമൂഹത്തിൽ ഉയർത്തുന്ന വാദഗതികളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോ പുരുഷന്റെയും, നീതി ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും വിജയമാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിധിന്യായം എന്നുകൂടി ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ കൂടി ആലോചിക്കണം, അല്ലെങ്കിൽ തിരിച്ചറിയണമെന്ന് പറയും. അത് പ്രസ് മീറ്റ് അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആലോചിക്കുക. എത്ര വ്യക്തികളാണ് വേട്ടയാടപ്പെടുന്നതെന്ന് ആലോചിക്കുക. വെറുതെ ഒരു വ്യാജ പരാതി കൊടുത്താൽ ആ സ്ത്രീ ആരാന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഈ വിധിന്യായത്തിൽ തന്നെ ആ സ്ത്രീയുടെ പേരില്ല, നൗഷാദ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് നമുക്കറിയാം. ഇത് വ്യാജ പരാതിയാണെന്ന് സൂചിപ്പിക്കുമ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ പോലും അവരെ കുറിച്ച് പറയുകയോ മറ്റോ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് ഇവര് കൊടുത്തത് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തുകയുണ്ടായി, ഇവർ പ്രതികാരത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുണ്ടായി, അതിശക്തമായ വിധി വന്നു, ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി. ഇപ്പം പോലും സ്ത്രീ ആരാന്നറിയുന്നില്ല, അറിയണമെന്ന് പറയുന്നില്ല. പക്ഷേ ആ പുരുഷന്റെ പേരും കൂടി മറച്ചു വെക്കാൻ ഉള്ളൊരു മര്യാദ നമ്മൾ കാണിക്കണം. ഇത് പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്, മെൻസ് കമ്മീഷന്റെ പോരാട്ടത്തിന് വലിയൊരു ശക്തി പകരുന്ന വിധിയാണ്. അത് കേരളത്തിൽ നിന്നുണ്ടായതിൽ അഭിമാനമാണ്. ഞാൻ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ മന്ത്രിമാരെയും രണ്ട് ഭാഗത്തു നിന്നുള്ള എംപിമാരെയും കോൺഗ്രസിന്റെയും BJPയുടെയും കണ്ടിരുന്നു. ദേശവ്യാപകമായ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ മെൻ അല്ലെങ്കിൽ നാഷണൽ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. കേരളത്തിന്റെ മാതൃകയിൽ വന്നതിന് ശേഷം കേരളത്തിൽ ഈ മാർച്ചിൽ, അതായത് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരുപക്ഷെ പുരുഷ കമ്മീഷന്റെ ബില്ല് അവതരിപ്പിക്കപ്പെടും. അതിന് ഇത്തരം കാര്യങ്ങൾ വളരെ സഹായകരമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നന്ദി പറയുന്നു. മാധ്യമങ്ങൾ ഈ വിഷയം ദയവായി പഠിക്കണം. ലൈവ് ലോ അടക്കം, ബാർ ആൻഡ് ബെഞ്ച് അടക്കം കോടതികൾ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രസക്തമായ മീഡിയയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ ഇതിന്റെ കവറേജ് കൊടുക്കണം. കാര്യം ഒരുപാട് പുരുഷന്മാർ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പുരുഷന്മാർ ഈ വ്യാജ പരാതികളിൽ പെട്ട് അവരുടെ ജീവിതവും കരിയറും ജോലിയും മക്കളും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഹൈക്കോടതിയുടെ വിധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പരാതിക്കാരനെയും ആരോപിതനെയും അല്ലെങ്കിൽ പരാതിക്കാരിയെയും ആരോപിതനെയും കേൾക്കണമെന്നുള്ള വിധിന്യായം ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരു സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട കാര്യമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.